കൂട്ടുകാരെ, ഷിജു ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ശരണ്യ വേറൊന്നുമല്ല, വൈകിട്ട് സാധാരണ ശരണ്യ ഞാൻ ചപ്പാത്തിയെ കഴിക്കുന്നത്. അപ്പം അത് കാരണം ഇന്ന് ആ ചപ്പാത്തി കണക്കുമ്പോൾ ശരണ്യക്ക് തോന്നി അതൊന്നൊരു വെറൈറ്റി ആക്കി എടുക്കാം. അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെ ചേർക്കണുണ്ട്? അതിനകത്ത് സവോള, തക്കാളി, മുട്ട, പിന്നെ നമ്മളെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, അതെല്ലാം കൊണ്ടൊരു ചപ്പാത്തി കൊണ്ടൊരു വെറൈറ്റി ആക്കിയാൽ. അപ്പം അങ്ങനത്തെ ഒരു ഐറ്റമാണ് ചെയ്യാൻ പോണത്. അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? അതെ, കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഞങ്ങൾ ഒരുപാട് നന്ദി ആദ്യം പറയുന്നു. കൂട്ടുകാരെ, തുടർന്ന് ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകണേ. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾ പിന്നെയും വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു പ്രചോദനം. അപ്പം കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ സുഖം തന്നെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂട്ടാക്കിയാക്കണം. അപ്പൊ നമുക്ക് ഒത്തിരി പറഞ്ഞു നിൽക്കുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ. അതെ, പിന്നെ ഒരുപാട് പേര് ഹായ് പറയണം, പേരെടുത്ത് പറയണം. എല്ലാവർക്കും കൂടി ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. ക്ഷമിക്കണം, പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളു. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയേക്കാം കൂട്ടുകാരെ. എവിടം വരെ? നമ്മുടെ ആട്ടമാവ് ഒന്ന് ചപ്പാത്തിക്ക് എന്നും അമ്മയാണ് കുഴച്ച് തരാറുള്ളത്. അമ്മ ഏൽപ്പിക്കുക. അപ്പൊ ഞാൻ ആ നേരം കൊണ്ട് നമുക്ക് വേണ്ട സാധനം കണ്ടോ, തക്കാളി, സവോള. ഞാനിത് കുഞ്ഞിനകത്തുനിന്ന് അരിഞ്ഞെടുക്കണം. അതെ. ഇപ്പൊ തക്കാളിക്കൊക്കെ വില കൂടിച്ചതന്നെ. ആണോ? 1 കിലോ 80 രൂപയൊക്കെയാണ് തക്കാളിക്ക്. അതാണ്. ശരി. ശരണ്യ അരിഞ്ഞണ്ടിരിക്കാണ്, തക്കാളിയൊക്കെ അരിഞ്ഞണ്ടിരിക്കാണ്. എന്താണ് ശരണ്യ ഒരു ബുദ്ധിമുട്ട് പോലെ? കണ്ണ് എരിഞ്ഞിട്ട് സവോള അരിഞ്ഞത്. അതുകൊണ്ടാണ് സവോള അരിഞ്ഞതിന്റെ കണ്ണ് അരിഞ്ഞുണ്ട്. സങ്കടമാണ്. അമ്മയാണെങ്കിൽ ആ നേരത്തെ എന്തോ ഒരു വൈരാഗ്യം തീർത്തണ്ടിരിക്കുകയാണ് മാവിനോട്. അമ്മ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചണ്ടിരിക്കുകയാണ്. അമ്മ ഒന്ന് നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ഹായ് കൊടുത്തേരും. ഹായ്. അതെ, അമ്മക്കങ്ങനെ വൈകുന്നേരം വിളക്ക് കത്തിച്ച് ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് ഇവിടെ ചപ്പാത്തി വേണം. അപ്പോൾ അന്നേരത്തെ ഒരു അതെ സവോളയും തക്കാളിയും മുട്ടയൊന്നും വാട്ടിയെടുത്താലോ? പിന്നെന്താ. അതെ, അപ്പൊ ഇതൊന്ന് വാട്ടിയെടുക്കണം അല്ലേ? വാട്ടിയെടുക്കണം. അതൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. സൂപ്പറാണ്. അപ്പൊ ഇനി എന്നെ മുട്ട ഉടച്ചെടുക്കണ്ടേ? പിന്നെ എണ്ണ ഒഴിക്കുക, സവോള വാട്ടുക, അങ്ങനെയൊക്കെയാണ്. സവോള അരിഞ്ഞു വന്നപ്പോ വീണ്ടും പനിയായെന്നൊരു സംശയം. അപ്പൊ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ശരണ്യ എണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഈ വീട്ടിൽ ചപ്പാത്തി തിന്നുന്ന 2 പേരേ ഉള്ളു. അമ്മയും ശരണ്യയും മാത്രമേ കഴിക്കുന്നുള്ളൂ. ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുക, പക്ഷെ അല്ല. അതെ. ഞങ്ങൾക്ക് ചപ്പാത്തി 2 പേർക്കും ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് 2 പേർക്കും കഞ്ഞി. ഞങ്ങൾക്ക് ചപ്പാത്തി. അതെ കൂട്ടുകാരെ, ഇത് ചെയ്യുന്ന നേരം അച്ഛനില്ല കേട്ടോ. അച്ഛൻ ആലപ്പുഴ വരെ പോയിരിക്കുകയാണ്. ആലപ്പുഴ തന്നെയാണ്, പുന്നപ്ര വരെ പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അച്ഛനെ കാണിക്കാത്തത്. അഥവാ അച്ഛൻ ഇപ്പൊ വന്നാൽ അല്ലേ വീഡിയോയിൽ വരുന്നത്. അതെ. അപ്പൊ ഇതിനി വഴറ്റിയെടുക്കണം. അതന്നെ അത് വഴറ്റി വന്നുണ്ടല്ലോ. പിന്നെ കൂട്ടുകാരെ, എല്ലാവർക്കും ഓട്ടെല്ലാം അല്ലേ? ഓട്ടിന്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പൊ ഞങ്ങള് 4 പേര് ഓട്ട് നിൽപ്പുണ്ട്. നമ്മൾ ഓട്ടിന് നിൽപ്പുണ്ടോ? ഓട്ട് നിൽക്കുന്നേ നമ്മുടെ ചാനലിലെ വോട്ട്. ലൈക്ക് ചിഹ്നം. അപ്പൊ ആദ്യം തന്നെ വോട്ട് ചെയ്തേക്കാനാ പറയുന്നത്.
ആഹാ. അങ്ങനെ ചെയ്യണമെന്ന്. ആ അത് കൊള്ളാല്ല. അപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ആ നേരത്ത് അല്ലേ? പിന്നെ കൂട്ടുകാരെ ശരണ്യ പറഞ്ഞോണ്ടിരിക്കാൻ നേരത്ത് പാചകമൊക്കെ റെഡി ആയിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചൊട്ടി ഒഴിക്കുകയാണ്. അമ്മയാണ് മേടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നേരത്ത്. കൂട്ടുകാരെ ചെയ്തോണ്ടിരുന്നപ്പോൾ കറണ്ട് നമ്മളെ ചതിച്ചു. അപ്പോൾ അത് കാരണം ഇരുട്ടാണ് വീഡിയോയ്ക്ക്. ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അപ്പൊ ഇതൊന്ന് വഴറ്റി വന്നല്ലേ? വഴറ്റി കഴിഞ്ഞ് നമുക്കിനി പൊടികൾ ചേർക്കുക. ഇനി പൊടികളൊക്കെ ചേർക്കണം അല്ലേ? കറണ്ട് വന്നല്ല. അപ്പൊ കൂട്ടുകാരെ നമുക്കിനി പൊടികൾ ചേർക്കാം. നമ്മള് കൊറേ പേര് വിളിച്ചായിരുന്നു കേട്ടോ. ആണല്ലേ? അത് ഇത് തന്നെ. നേരെ നമ്മൾ ഒത്തിരി പേര് ഫോണിൽ വിളിച്ചായിരുന്നു. അതന്നെ മഞ്ഞപ്പൊടി അല്ലേ? കൂട്ടുകാരോട് പറയണം കേട്ടോ. കൂട്ടുകാരെ മഞ്ഞപ്പൊടി ഇട്ടു. ഇനി എന്നാണ് പൊടി? നമ്മുടെ മസാലപ്പൊടി. മസാലപ്പൊടിയൊക്കെ ഇടണം. ഇപ്പൊ ഇളക്കണ്ടമ്മ, ഒന്നിച്ചിട്ട് ഇളക്കണം. ആ കുരുമുളക് പൊടി എടുത്തിട്ടോ. കുരുമുളക് പൊടി ഇന്നലെ അച്ഛനും മകളും കൂടി എടുത്തിട്ട് എവിടെ വെച്ച്? ഇന്നലെ അച്ഛനും മകളും കൂടി കുരുമുളക് പൊടി എടുത്തായിരുന്നോ? എവിടെ കൊണ്ട് വെച്ച്? ഞങ്ങൾ എന്തിനാ കുരുമുളക് പൊടി എടുത്ത്? ഇന്നലെ എന്നായിരുന്നു? ഇന്നലെ അല്ലല്ല, ഇതുണ്ടാക്കിയില്ല നമ്മള്. ഇത് കട്ട്ലൈറ്റ്. കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ നേരത്ത് എവിടെ കൊണ്ടേ വെച്ച്? മുളക് പൊടി ഇട്ടേക്കമ്മ. കിട്ടിയാ? അപ്പൊ രണ്ടുപേരും ഞങ്ങളെടുത്ത ടിന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് മതി, കുറച്ച് മതി. മതി, കുറച്ച് മതി. മതി. മല്ലിപ്പൊടി. രണ്ടുപേരും ധൃതിക്ക് എല്ലാ പൊടിയെടുത്ത് അതിലാട്ട് തട്ടിയാക്കിയാണ്. അല്ല, ഈ പൊടികളെല്ലാം ചേരുന്നേ ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ആണല്ലേ? ഇത് ഞങ്ങളുടെ അമ്മയുടെ മോളുടെ പ്രത്യേകതയോട് ഇതാ. അതെ അതെ. നമ്മുടെ കൂട്ടുകാരെയും കാണിക്കണ്ടായോ? സ്പെഷ്യൽ. അതെ അതെ അതെ. ഇത് മുട്ടക്കറി അല്ല കേട്ടോ. ഇത് കാണുമ്പോ മുട്ടക്കറി വെക്കാൻ പോണ പോലെയാണ് തോന്നിക്കുന്നത്. ഇത് കറിയല്ല. അപ്പൊ ഇനി നമുക്ക് ഏതായാലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്നാണ് ചെയ്യേണ്ടത്? പറഞ്ഞു കൊടു കൂട്ടുകാരോട്. ചപ്പാത്തി വെച്ച് ഇങ്ങനെ പരത്തുക. പരത്തണം. ഓഫാക്കിയ അമ്മക്കത് മനസ്സിലായിട്ടില്ല. ശരണ്യക്ക് അറിയാവുള്ള എന്നാണെന്ന്. അതാണ്. തണുക്കണം അല്ലേ? വേണ്ട, ചൂടണം. അതാ. അപ്പൊ ചപ്പാത്തി വേഗം പരത്തിയെടുക്കൂ. ചപ്പാത്തി നമുക്ക് പരത്താൻ പോവാ. അപ്പൊ കൂട്ടുകാരെ ഞാനിതൊന്ന് പരത്തിയെടുക്കാൻ പോവാ. ചപ്പാത്തി പരത്തി ഇത് മുമ്പൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ വീഡിയോയിൽ. പിന്നെ ഇത് നമ്മളെ കൂട്ടുകാരെ പ്രത്യേകം കാണിക്കണം, കാരണം ഇത് ചപ്പാത്തി അല്ല. ഇത് ഈ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണല്ലേ ചപ്പാത്തി. അതെ അതെ. ആ മസാലയൊക്കെ കാണുമ്പോ തന്നെ അറിയാലോ ഒരു ടേസ്റ്റ് ഉള്ള ഐറ്റം ആണെന്നല്ലേ? മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇനി ഒന്ന് പരത്തി എടുക്കണം അല്ലേ? ശരണ്യ എന്താ പരത്താൻ പാടാണോ? ഞാൻ പരത്തണോ? ഇതേ ചപ്പാത്തിക്ക് നമ്മൾ ഇപ്പോഴല്ലല്ലോ കുഴക്കുന്നേ. ഉടനെ കുഴക്കണ്ട, അതിനെക്കാട്ടിലുള്ള ഇത് കാണും. അപ്പൊ അതാണല്ലേ പാടുണ്ട്. ഞാൻ പരത്തി തന്നെ. ഞാൻ തന്നെ പരത്താം. എന്നാ നമുക്ക് എല്ലാം പരത്തിയിട്ട് കാണിക്കാം അല്ലേ? അപ്പൊ ഈ ചപ്പാത്തി ഇവിടെ ഇരിക്കും. മാറ്റി വെക്കും. എന്നിട്ട് അതൊരു വേറെ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചാലും കുഴപ്പമില്ല. വേറെ പ്ലേറ്റ് എടുത്തോണ്ട് വന്നു. പ്ലേറ്റ് എടുക്കാൻ പോയേക്കുമായിരുന്നു. അപ്പൊ അത് ഇങ്ങോട്ട് ഇട്ടു. നമുക്ക് അടുത്തെടുത്തു കൊണ്ടുപോയിട്ട് ചെയ്യാം. അമ്മ കൊണ്ടുപോയി. ശരണ്യ ഞാൻ അതുപോലത്തെ മാവ് എടുത്ത് വേറെ വെച്ചു. അമ്മക്കൊന്ന് പരത്താം. അതുപോലത്തെ ഒരെണ്ണം കൂടി തയ്യാറാക്കി അമ്മ ദേ ഉണ്ടൊക്കെ ഉരുട്ടി കൊടുക്കണുണ്ട് ചപ്പാത്തിക്ക് ഉള്ള അല്ലേ? ചപ്പാത്തിക്കുള്ള ഉണ്ട്. ചപ്പാത്തി ഭയങ്കര സംഭവല്ലേ? അതെ അതെ അതെ. ഭയങ്കര പാടാണല്ലേ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മണിക്കൂറെങ്കിലും മാവ് കുഴച്ച് വെക്കണം. ഇതിപ്പോ നമ്മുടെ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാ നമ്മൾ പെട്ടെന്ന് മാവ് എടുത്ത് വെച്ചത്. അതെ അതെ അതെ.
അപ്പൊ ഇത് വരത്തിയല്ല ഇത് പരത്തി കഴിഞ്ഞു. അപ്പൊ ഇത് ഞാൻ മാറ്റി വെക്കുക. ഇതും മാറ്റി വെക്കുകയാണ്. മാറ്റി വെക്കുക. എന്നിട്ട് പഴയതെടുത്ത നമ്മൾ പഴയതെടുത്തു. ഇനി നമ്മളടുത്ത് ഈ അരപ്പില്ലേ, അതെടുത്ത് വെക്കുക. അപ്പൊ അങ്ങനെ ഗ്രേവി ഒക്കെ വെച്ചല്ലേ? വെച്ചു. അപ്പൊ ഇത്ര വെച്ചാ മതി. നീ എന്നാ ചെയ്യും? ഇതെടുത്ത് ഇവിടെ ഇങ്ങനെ അതിന്റെ പുറത്തിട്ട് മൂടും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കൂട്ടുകാരെ, അത് ഞാൻ നല്ലാട്ടില് മൂടി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. വേറെ ചെറുത്, അതിന്റെ ചെറുത്. ഇത് നമ്മുടെ ചെറുപ്പക്കുത്തിന്റെ. ഇനി അതുകൊണ്ടാണ് ചെയ്യുന്നതല്ലേ? ബാക്കി വടിച്ച് മാറ്റിയരെന്ന കൈ കൊണ്ട്. അപ്പൊ റെഡിയാകും അല്ലേ? മാവ് കൂടുതൽ വന്നായിരുന്നല്ലേ? അതെ അതെ. അപ്പൊ ഇനി ഇത് പൊക്കി എടുക്കാല്ല. അതൊന്ന് കാണാൻ വേണ്ടിയാണ് ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ്. അവക്ക് അവക്ക് കൊള്ളാല്ല. ഏതാണ്ട് മറ്റേ പപ്പടം റെഡിയാക്കി വെച്ചിരിക്കണ പോലെ. അത് പിടിക്കാതിരിക്കാൻ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്താ മതിയായിരുന്നു. ഓ അങ്ങനെയൊക്കെ ഉണ്ട എന്ത്? കണ്ട. അപ്പൊ ഇനി ഇത് ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം ഇണക്കി എടുക്കണം അല്ലേ? ഇണക്കിയിട്ട് അപ്പൊ ഞാൻ മൊത്തം പരുത്തി എല്ലാം വെച്ചിട്ടുണ്ട്. കണ്ട നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം. ശരണ്യേ, നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ശരണ്യ അറിഞ്ഞായിരുന്ന? അതെ, നമ്മുടെ അച്ഛൻ. ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്ന. അച്ഛൻ വരാൻ കാത്തിരുന്നതല്ല, അച്ഛൻ അന്നേരം ഇപ്പൊ എത്തിയതല്ലേ. എണ്ണ ഒഴിച്ചല്ലേ? ചപ്പാത്തി നമ്മളിവിടെ ഉണ്ടാക്കിയില്ലായിരുന്നു. ദിവസം മറന്നു പോയി. അന്ന് ഇവരില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. ഇവരണ്ടില്ലായിരുന്നു. അപ്പൊ ഇതിനി എണ്ണയില് ഒന്ന് വറുത്തെടുക്കണം അല്ലേ? ഒന്ന് വറുത്തെടുക്കണം. ശരി ശരി. ശരണ്യ, നീ എണ്ണയൊക്കെ ചൂടായി വന്നാ? എണ്ണ ചൂടാവണം. ഡ്രസ് മാറിയിട്ട് വാ. പുന്നപ്രയിലൊക്കെ പോയി ഒന്ന് പൊടിയൊക്കെ പിടിച്ചാ വന്നത്. ടൂവീലറിലാ പോയത്. അതെ അതെ. അച്ഛൻ മാറിയിട്ട് വാ. നേരത്ത് ശരണ്യ ഒരെണ്ണ ഇടട്ടെ അല്ലേ? അതെ. ഇടാറായ പപ്പടം വറുത്തെടുക്കണ പോലെ തന്നെ വറുത്തെടുക്കണം. ഗോതമ്പായാലും പെട്ടെന്ന് ഇത് നമ്മളെ പൂരി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെയാണ് വരുന്നതല്ലേ? ഇങ്ങനെയാ വരുന്നത്. പെട്ടെന്നാണ് പരിപാടി. നമ്മുടെ വീട്ടിൽ ചിരായതാണെങ്കിൽ പെട്ടെന്ന്. ഇത് എളുപ്പപണിയാണല്ലേ? ഇത് പൂരി ഇണക്കണ പോലെ തന്നെ. എല്ലാ കൂട്ടുകാരും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അടുത്തത് വിടിയാണ്. ഇത് എളുപ്പമാണല്ലേ? ഇന്ന് എന്നും ചപ്പാത്തി അല്ലേ ശരണ്യ കഴിക്കണം? ഇന്നൊന്ന് മാറ്റി പിടിച്ചേക്കാൻ. അത് വീർത്ത് വന്നല്ല. ഇത് പൂരി പോലെ തന്നെ വീർത്ത് വന്നല്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. അകത്ത് മസാലയൊക്കെ ഉള്ളത്. സവോള എല്ലാം കൂടെ വാട്ടി ചേർത്തോണ്ട് പ്രത്യേക വേറൊരു രുചിയും കൂടെ കാണും. അതെ അതെ അതെ. ആഹാ, അടിപൊളിയായിട്ട് ഇണക്കി വെച്ചേ. നമ്മുടെ അമ്മ എവിടെ പോയി? അമ്മേനെ കണ്ടില്ലല്ലോ. അമ്മേ, അതെ പറഞ്ഞത്. വിളിച്ചിട്ട് മിണ്ടുന്നില്ല. അധികമൊന്നും നമ്മൾ ഇണക്കിയില്ല. ഇന്ന് നമ്മുടെ കൂട്ടുകാരെ കാണിക്കാനായിട്ട് ശരണ്യ ചെയ്തതാണ്. കണ്ടാ? തീ കൂട്ടിയാൽ വീർത്ത് വരും.
അല്ലേ എല്ലാം ചട്നിയൊക്കെ അറിയാൻ പറ്റുമോ? അതെ അതെ അതെ. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കി കഴിച്ചായിരുന്നു. ആ അമ്മമാരുടെ കൂടി ഇടയ്ക്ക് നേരെ കഴിച്ചെന്നു. അത് ഞങ്ങള് പരീക്ഷണം ചെയ്ത് നോക്കി. ആദ്യം ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കും, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കൂട്ടുകാരെ കാണിക്കണം അല്ലേ? വിജയിക്കുമല്ലോ എന്ന് അറിയണ്ടായോ? അതെ അതെ, അതാണ് നമ്മളോട് പറയാന്. ചപ്പാത്തിയുടെ മാവ് മിച്ചം വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി എങ്ങനെയൊന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അത് നല്ലതായിരുന്നു. അല്ല ഇത് കൊള്ളാം, നല്ല റൗണ്ടും കറക്റ്റ് കാര്യങ്ങളും കണ്ടോ? നല്ല രസമുണ്ട്. കണ്ടാ പൂരിയാണെന്നേ പറയുള്ളൂ, പക്ഷെ അതിന്റെ അകത്ത് ഇന്ന പോലെ സാധനമുള്ള കാര്യമൊക്കെ നമ്മള് വീഡിയോ ആദ്യം തൊട്ട് കണ്ടാലേ മനസ്സിലാവും. ഇച്ചിരി എണ്ണ മതി കേട്ടോ. ആ ഒത്തിരി എണ്ണയും വേണ്ട ഇതിന്. നമ്മൾ ഒഴിച്ചെണ്ണ മിച്ചം കിടക്കും. ആ അതാണ്, അത് ശരിയാ. നമ്മളൊന്നും ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞില്ലേ ഇച്ചിരി എണ്ണ മതിയെന്ന്. അല്ല കൂട്ടുകാരോട് പറഞ്ഞു ഇനി അവര് ചെയ്യണമെങ്കിലേ ചെയ്യുന്നവർക്ക് അത്രയും എണ്ണ ചെലവഴിക്കേണ്ടത് വരികയില്ല എന്നാണ് ചേട്ടൻ പറയണത്. അതെ അതെ അതെ, ഇപ്പൊ കാണിച്ചിട്ട് മനസ്സിലായല്ലോ. ഒഴിച്ചെണ്ണ അതുപോലെ കിടപ്പുണ്ട്. ശരിയാ. അതെ അതെ അതെ, അല്ല ഇതായാലും കൊള്ളാം കേട്ടെ, സൂപ്പറാണ് കേട്ടോ. ഇത് അപ്പൊ നമ്മള് 5 എണ്ണ കണക്കുന്നുള്ള ആകാം അല്ലേ? മതി. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള പ്രശ്നം നമ്മള് വേറെ കച്ചവടത്തിലൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലെ അതെ അതെ ആഹാരം. അതെ, ഞാൻ നല്ല ചില്ലി മറ്റേ പേറ്റിനകത്തോട്ട് വെക്കാം. ആ മാറ്റാം. ഓക്കെ, ആ. അച്ഛനും മകളും കൂടി അത് വേറൊരു പ്ലേറ്റിലായിട്ട് മാറ്റിയത്. കറക്റ്റ് പൂരിയുടെ മണം. ഉണ്ടാ കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം അല്ലേ? ഒരു വെറൈറ്റി ഐറ്റം. അതിന്റെ അകത്താണ് മസാലയൊക്കെ ഉള്ളത്. അച്ഛനറിയാൻ മേലെ കഴിക്കുമ്പോ അറിയാം എന്തൊക്കെ ചേർത്തെന്ന് അറിയാൻ പറ്റുള്ളൂ. അതെ അതെ, അല്ല ഞാൻ ചോദിച്ചു, ശരിയാണ് കാര്യം. സവോള അല്ല വേണ്ട, അങ്ങനെ പറയരുത്. അച്ഛൻ കഴിക്കട്ടെ, അച്ഛൻ വീഡിയോയും കാണട്ടെ. അപ്പൊ ഒരെണ്ണം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തേ കൂട്ടുകാരെ. അല്ല ശരണ്യ, ചൂടുള്ള എടുത്ത് കൈ പൊള്ളിക്കരുത്. കൈ പൊള്ളിക്കരുത് നേരാ. ശരണ്യ കീറിയാണ്. കൊള്ളാലോ. ആ രണ്ടുപേരും അതും കീറി തിന്നി, ഇതും ഓരോരുത്തര് തിന്നി. ആ അടിപൊളിയാ, സൂപ്പർ. അടിപൊളി. ഇത് പറയാതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറയരുത്. കണ്ട അതെ അതെ, ആ അതുപോലെ തന്നെ ഇരിക്കണം. അപ്പൊ കൂട്ടുകാരെ, ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുള്ള സാധനം. പിന്നെ കൊറേ പേര് കമന്റ് ഇട്ടാ ഞാൻ ഉണ്ടാക്കുന്ന അതുപോലെ ആൾക്കാർ ഉണ്ടാക്കുന്നുവെന്ന്. അതെ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇണക്കി നോക്കി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ചൊക്കെ പറഞ്ഞ്. അല്ലേ? അതെ 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 അതെ, കുവൈറ്റിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വാട്സാപ്പ് ഇട്ട് കാണും. ഞാനും ഇതുപോലെ അതെ അതെ ഞങ്ങൾക്ക് അയച്ചു തന്നെ. അതെ അതെ, ശരിയാ. പിന്നെ ശരണ്യ ചീരത്തോരൻ ചെയ്തപ്പോഴൊക്കെ അതുപോലെ ചീരത്തോരനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്ന്. അല്ല അതെ അതെ, ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കാണുമ്പോ. അതുപോലെ കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. വലിയ ചെലവൊന്നും ഉള്ള കേസ് കെട്ടല്ല. ചപ്പാത്തി. അതെ അതെ, ചപ്പാത്തി ബണ്ണല്ലേ? ആ കൊള്ളാം, ചപ്പാത്തി ബണ്ണ്. ആ അതൊക്കെ. അപ്പൊ ഇതിനൊരു പേരും ശരണ്യ ഇട്ടിട്ടുണ്ട്, ചപ്പാത്തി ബണ്ണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ കൂട്ടുകാരെ, വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാകും, കാരണം ഇത് വൈകിട്ടെടുത്ത വീഡിയോയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അത് അച്ഛനറിയാൻ മേലെ വോട്ട് ചെയ്യണം. ആരും ശരണ്യക്ക അച്ഛാ ലൈക്ക് ഇപ്പൊ എല്ലായിടത്തും വോട്ടല്ലേ? അപ്പൊ അതിന് നമുക്ക് തന്നെ വോട്ടായിട്ട് ലൈക്ക് ചെയ്യണമെന്നാണ് ശരണ്യ ഉദ്ദേശിച്ചത്. അച്ഛനില്ലാതെ പോയി, അതാ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു വീഡിയോ. അതെ, പിന്നെ ഡ്രസ് മാറാൻ പോയി, വീണ്ടും വന്നപ്പോ ശരണ്യ പൊരിച്ചതാണ് സെറ്റാക്കി. ആ അപ്പൊ കൂട്ടുകാരെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. വീണ്ടും ബൈ.